വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ അര കപ്പ് ചെറു ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഞാനൊരൽപ്പം എരിവിലാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം മുളക് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഗാർലിക് പൗഡറിന് പകരം 4-5 വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് ചതച്ചെടുത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഞാനിവിടെ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തന്നെയാണ് ഇവിടെ നീഡ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് നീഡായി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിനുശേഷം ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരുപാട് സമയം വേണ്ട, 30 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്താൽ മതി. ഇത് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനിത് 30 മിനിറ്റ് നേരം നല്ലപോലെ തന്നെ റെസ്റ്റ് ചെയ്തെടുത്തിരുന്നു. അതിനുശേഷം ഒന്നും കൂടെ നീഡ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ആ ഒരു മൊത്തം ഉരുളേനെ ഞാൻ 2ആയിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ ചപ്പാത്തിക്കല്ലിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൈദ ഡസ്റ്റ് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്കാണ് ഇത് ആക്കിയെടുക്കുന്നത്. അതുകൊണ്ട് അരികുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ്. കുഞ്ഞു കുഞ്ഞു സർക്കിളായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ചൂടായ എണ്ണയിലല്ല, ഒരു മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വികസിച്ച് വരും. അതുപോലെ തന്നെ അത് എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയം വരെ ഇത് അനക്കാനൊന്നും നിൽക്കേണ്ട. അതിനുശേഷം പിന്നെ തിരിച്ച് മറിച്ചാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു തുണിയിട്ട് കവർ ചെയ്തോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ ഡ്രൈ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനും ശ്രദ്ധിക്കണം. നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളുടെ പലഹാരം ഇരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ലെയറുകൾ ഉള്ളതുപോലെയും തോന്നും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്.